ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും അതുപോലെ വിളക്കൊക്കെ കൊളുത്തി നാമമൊക്കെ ചൊല്ലി. ഇത് ഇന്നത്തെ വീഡിയോ അല്ല കേട്ടോ. ഇന്നത്തെ വീഡിയോ ഞാൻ എടുത്തത് എൻ്റെ ഇന്ന് ഡിലീറ്റായിപ്പോയി. കുറേ വീഡിയോ ഒന്നിച്ചായപ്പോൾ ഞാൻ ഡിലീറ്റ് ചെയ്തായിരുന്നു. ഫോണിൽ സ്പേസ് ഇല്ലായിരുന്നു. അങ്ങനെ ഡിലീറ്റ് ചെയ്യാൻ എടുത്തപ്പോൾ ഇന്നത്തെ വീഡിയോ ആണ് കൂടുതലും ഡിലീറ്റായി പോയത്. പഴയ കുറേ വീഡിയോകൾ ഒത്തിരി കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ അതും ഡിലീറ്റായിപ്പോയി. അപ്പോൾ ഇതിൽ പഴയതെന്ന് ഒരെണ്ണം എടുത്ത് ഞാൻ ഇട്ടതാണ് ഇന്ന് കേട്ടോ. എല്ലാം വിളക്കൊക്കെ കൊളുത്തിയിട്ടുണ്ട്. പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു രാവിലെ. അതിനുശേഷം പിന്നെ രാവിലെ നാസ്തയുടെ പരിപാടിയൊക്കെ ചെയ്തു. രാവിലെ കുറച്ച് മെഴുക്കുവരട്ടിയും ചപ്പാത്തിയും ഉണ്ടാക്കി മോന് ടിഫിൻ കൊടുത്തു വിടണമായിരുന്നു. അപ്പോൾ അതെല്ലാം ചെയ്തു. ഇവിടെ ഇപ്പം മഴയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഫോണെടുത്ത് ന്യൂസ് കണ്ടുകൊണ്ടിരുന്നപ്പോഴായിരുന്നു നമ്മുടെ പൂനെയിൽ നടന്ന ഒരു കൊലപാതകത്തെക്കുറിച്ച് വായിക്കാനിടയായത്. അത് കേട്ടപ്പോൾ എന്തോ വിഷമം. ഇപ്പോഴത്തെ പെൺപിള്ളേർക്കൊക്കെ ഇത്രയും ധൈര്യം എങ്ങനെ കിട്ടുന്നതെന്നാണ്. ഇങ്ങനെ ഒരാളെ കൊല്ലാനും മാത്രം. ആ പെൺകുട്ടിക്ക് ആ പയ്യനെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവനെ വേണ്ടാന്ന് പറഞ്ഞാൽ പോരായിരുന്നു. അവനിൽ നിന്ന് പണം സമ്പാദിച്ച് അവളുടെ കാമുകന് കൊടുത്തിട്ട് അവനെ കൊല്ലാൻ ശ്രമിച്ചു. എന്തൊരു കഷ്ടമാണ് ഇങ്ങനെയൊക്കെ. ആ അമ്മയുടെയും അച്ഛൻ്റെയും ദുഃഖം എന്ന് തീരും. ഇനി നല്ലൊരു മകനാണെന്ന് തോന്നുന്നു അതിനെ കൊന്നു തള്ളിക്കളഞ്ഞ പെൺകുട്ടി. ആ പെൺകുട്ടിയുടെ അച്ഛനമ്മമാർക്ക് പോലും വിശ്വസിക്കാൻ പറ്റുന്നില്ല അവരുടെ മകൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന്. ഈ പെൺകുട്ടി എത്ര ധൈര്യശാലിയാണ്. ആരാണ് ഇതിന് ഇത്രയും സപ്പോർട്ടൊക്കെ കൊടുത്തതെന്ന് അതിന് ന്യൂസൊക്കെ തെളിഞ്ഞ് വരുമ്പോൾ അറിയാം. പക്ഷേ എങ്കിലും അത് ചെയ്യാനുള്ളൊരു മനസ്സ് കൊടുത്തല്ലോ. അത് ഓർക്കുമ്പോൾ തന്നെ പേടിയാവുന്നു നമുക്ക്. ഇന്നത്തെ തലമുറയിൽ ഒരു ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും അവരുടെ ചിന്താഗതികളെല്ലാം മാറിക്കൊണ്ടിരിക്കുക. പണത്തിന് വേണ്ടിയും അവരുടെ സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടിയും സന്തോഷത്തിന് വേണ്ടിയും എന്തും ചെയ്യാമെന്നുള്ള നിലയിലേക്ക് ഇന്നത്തെ തലമുറ മാറിയിരിക്കുകയാണ്. ഇതിനെയൊക്കെ എങ്ങനെ നമ്മൾ മാറ്റിയെടുക്കും? എങ്ങനെ അവരുടെയൊക്കെ മനസ്സറിയും? ഒരു രക്ഷയുമില്ല ഇന്നത്തെ പിള്ളേരെ മനസ്സിലാക്കാൻ. ഇങ്ങനെയൊക്കെയുള്ള കുട്ടികളെ തിരിച്ചറിയാനും അതൊക്കെ തടയാനും വേണ്ടി എനിക്ക് തോന്നുന്നു സ്കൂൾ ലെവലിൽ തന്നെ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തിയെങ്കിലേ അതിനി മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. സ്കൂളിൽ തന്നെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റോ അതുപോലെ മനഃശാസ്ത്രജ്ഞന്മാരോ അതുപോലെ അവർക്ക് എന്തെങ്കിലും ക്ലാസ് എടുക്കാൻ പറ്റിയ എന്തെങ്കിലും ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അവരുമായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തു കഴിയുമ്പോൾ ഇവരുടെയൊക്കെ മനസ്സറിയാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും സ്കൂൾ ലെവൽ തൊട്ട് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണം. അത് അനിവാര്യം.